കോഴിക്കോട് കാരശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരുക്കേറ്റു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പന്നി ഏറെ നേരം പരിഭ്രാന്തി പരത്തി. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി. രാഹുൽ, ശ്രമകരമായൊരു ദൗത്യത്തിനൊടുവിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ. അനുജ, ഈ കാട്ടുപന്നി 2 തവണയാണ് ജനവാസ കേന്ദ്രത്തിൽ എത്തിയത്. ഇതോടെ ഈ കാട്ടുപന്നിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ഇന്ന് രാവിലെയാണ് കാരശ്ശേരി പാലക്കാംപോലിൽ ഈ കാട്ടുപന്നി ഇറങ്ങിയത്. ആ ഘട്ടത്തിൽ സ്ത്രീ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. മാത്രമല്ല വലിയ നാശനഷ്ടവും ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ ഈ കാട്ടുപന്നി കാട് കയറി. തുടർന്ന് ഉച്ചയോടുകൂടി ഈ പ്രദേശത്ത് വീണ്ടും കാട്ടുപന്നി എത്തുകയായിരുന്നു. ഇതോടെയാണ് കാരശ്ശേരി പഞ്ചായത്തും വനം വകുപ്പും ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. ഇതോടെ കാരശ്ശേരി പഞ്ചായത്തിലെ എംപാനൽ ഷൂട്ടറായിട്ടുള്ള ബാബു ഈ പന്നിയെ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിലാണ് 3 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഈ ഷൂട്ടറിന്റെ സഹായമായിട്ടുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശം വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. അതാണ് ഇത്തരത്തിൽ കാട്ടുപന്നി ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമായതെന്നാണ് പഞ്ചായത്ത് അധികൃതരും അതോടൊപ്പം തന്നെ വനം വകുപ്പും പറയുന്നത്. ശരി.